MMV ഫസ്റ്റ് ഇയർ ട്രേഡ് തിയറി 4ാമത് ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജീനിയസ്. ഞാൻ സെൻറ്റ് മേരീസ് ITI കാച്ചേരിയിൽ MMV ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് കൂളിംഗ് സിസ്റ്റം പാർട്ട് 3. പാർട്ട് 1 and 2 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ക്ലാസ്. നമുക്ക് ക്ലാസ്സിലോട്ട് നീങ്ങാം. പമ്പ് സർക്കുലേഷൻ സിസ്റ്റം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ഒരു 5 പാർട്സ് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂളൻ്റ്, ടെമ്പറേച്ചർ സെൻസർ, കൂളൻ്റ്, വാട്ടർ ജാക്കറ്റ് തുടങ്ങിയവയാണ്. എന്താണ് കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ എന്ന് വെച്ചാൽ എഞ്ചിനിലുള്ള കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്തുമാത്രമാണ് എന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു സെൻസറാണ് കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ. ഈ സെൻസർ കൂളൻറ്റിൽ ടച്ച് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം സെൻസിങ് പ്രോബ്. ഈ സെൻസിങ് പ്രോബ് കൂളൻറ്റിൽ ടച്ച് ആയിട്ടാണ് ഇരിക്കുക. സാധാരണ രീതിയിൽ തെർമോസ്റ്റാറ്റിനോട് ചേർന്നിട്ടായിരിക്കും ഈ സെൻസർ ഉണ്ടായിരിക്കുക. ഒരു എഞ്ചിനിലൊന്നോ അതിലധികമോ ഈ സെൻസർ ഉണ്ടായിരിക്കും. കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ സെൻസ് ചെയ്ത് കിട്ടുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് അറിയിക്കുന്നത് ECUവിനെയാണ്. ഓക്കെ, ഒരു കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ ടെമ്പറേച്ചറാണ്. ഓക്കെ, നമ്മൾ ഒരു ഓട്ടോമൊബൈലിൻ്റെ ഡാഷ്ബോർഡിൽ കാണുന്ന ടെമ്പറേച്ചർ ഡയലിൽ കാണുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ഈ സെൻസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ്. ഓക്കെ, അപ്പോൾ ECU ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന സെൻസിങ് ഡാറ്റ എന്തുമാത്രമാണ് ടെമ്പറേച്ചർ എന്നുള്ള ഡാറ്റ ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഡയലിലെ ടെമ്പറേച്ചർ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, എഞ്ചിൻ്റെ പല ഫങ്ഷനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈ ഹീറ്റിംഗ് ഡാറ്റ, ടെമ്പറേച്ചർ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ചൂടായിരിക്കുന്ന ഒരു എൻജിനിൽ എന്തുമാത്രം ഫ്യൂൽ ഇഞ്ചക്ഷൻ കൊടുക്കണം, ഫ്യൂൽ ഇഞ്ചക്ഷനിൽ എന്തുമാത്രം വേരിയേഷൻ വരുത്തണം, അതുപോലെ തന്നെ ഇഗ്നിഷൻ ടൈം, കത്തിക്കുന്ന ടൈമിൽ അഡ്വാൻസ് ചെയ്യണോ കുറച്ച് പുറകിലോട്ട് ഇറക്കണോ, അതായത് വണ്ടിയുടെ ലോഡ് അനുസരിച്ച് എൻജിൻ്റെ ഹീറ്റ് അനുസരിച്ച് ഇതിനെ കൺട്രോൾ ചെയ്യാൻ ECU ഈ ടെമ്പറേച്ചർ സെൻസർ തരുന്ന ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എൻജിൻ്റെ പെർഫോമൻസിൽ മീൻസ് എൻജിൻ്റെ ഓരോ ഫങ്ഷനുകളിൽ വ്യത്യാസം വരുത്താൻ ECU ഈ ഡാറ്റ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൂളിംഗ് ഫാനിൻ്റെ വർക്കിങ്ങിൻ്റെ ആവശ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഒരു 95 ഡിഗ്രിയിലാണ് കൂളിംഗ് ഫാൻ വർക്ക് ചെയ്യുക. അപ്പോൾ ഈ സെൻസർ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ സെൻസ് ചെയ്തൊരു 95 എത്തിയാൽ മാത്രമേ ECU കൂളിംഗ് ഫാൻ ഓൺ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ 95 ഡിഗ്രിക്ക് താഴെ ടെമ്പറേച്ചർ ഇറങ്ങിയാൽ ECU കൂളിംഗ് ഫാൻ ഓഫ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്നത് ഈ സെൻസറിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ അനുസരിച്ചാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, ടെമ്പറേച്ചർ സെൻസറിൽ സെൻസിങ് പ്രോബ്. ഈ സെൻസിങ് പ്രോബ് കൂളൻ്റിൽ ടച്ച് ചെയ്താണ് ഇരിക്കുക. സെൻസിങ് പ്രോബിലെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത, ചൂട് കൂടുന്തോറും ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ എന്തുമാത്രം ചൂട് കൂടുന്നുണ്ടോ അതിനനുസരിച്ച് ആ മെറ്റീരിയലിൽ അതിൻ്റെ റെസിസ്റ്റൻസ് കുറയുന്നുണ്ട്. ഓക്കെ, ഞാൻ റെസിസ്റ്റൻസാണ് കുറയുന്നത്, നേരത്തെ മിസ്സിങ് പറഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, എന്ത് തന്നെയായാലും സെൻസിങ് പ്രോബിൽ ചൂട് കൂടുന്തോറും സെൻസിങ് പ്രോബ് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ എന്തുമാത്രം റെസിസ്റ്റൻസ് കുറയുന്നുണ്ട് എന്ന് ECU മനസ്സിലാക്കുമ്പോൾ ECUവിന് വ്യക്തമാവും എന്തുമാത്രം ടെമ്പറേച്ചറോടെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണ് കൂളൻ്റ് ടെമ്പറേച്ചർ സെൻസർ വർക്ക് ചെയ്യുന്നത്. അടുത്തതായിട്ട് കൂളൻ്റ്. എന്താണ് ഒരു കൂളൻ്റ്? നമ്മൾ സാധാരണയായിട്ട് കൂളൻ്റ് വാട്ടറായിട്ട് മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുക. സാധാരണ രീതിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൂളൻ്റിൽ ഒരു പച്ച കളറിൽ ലിക്വിഡ്, നമ്മളതിനാണ് ഈ കൂളൻ്റ് എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു 3:1 റേഷ്യോയിലാണ് വാട്ടർ കൂളൻ്റ് മിക്സ് ചെയ്യുക. അതായത് ഒരു 75% വെള്ളവും 25% കൂളൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യുക. കൂളൻ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഉപകാരം എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂട്ടുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, സാധാരണ രീതിയിൽ വാട്ടർ ബോയിൽ ചെയ്യുക 100 ഡിഗ്രി സെൽഷ്യസിലാണ്. അതിൻ്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുക, ബോയിലിംഗ് ടെമ്പറേച്ചർ വർദ്ധിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. പ്രഷർ ക്യാപ്പ് ഡിസ്ക്രൈബ് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ കൂളൻ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഉപകാരം, വാട്ടറിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. 100 ഡിഗ്രിയിൽ നിന്നും 110 115 കൂടുന്നുണ്ട്. അപ്പോൾ അതുമൂലം എന്താ നമുക്ക് ഉപകാരം വരുന്നത്? വാട്ടർ ചൂട് കൂടുന്ന സമയത്ത് തിളക്കില്ല.
തിളച്ച് നീരാവി ആവില്ല. നീരാവി ആയാൽ നമ്മുടെ ഫങ്ഷൻ ഇവിടെ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് കൂളൻ്റ് ആഡ് ചെയ്യുമ്പോൾ നീരാവി ആവുന്ന ഒരു അവസ്ഥ വരുന്നില്ല, അതിൻ്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ കൂടി നിൽക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് ആൻറ്റി ഫ്രീസിങ് മിക്സ്ചർ എന്ന് പറയുന്നത്. ആൻറ്റി ഫ്രീസിങ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ റേഡിയേറ്ററിലെ വെള്ളം തണുത്തുറയ്ക്കാതിരിക്കാൻ, എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ള ആവശ്യം വരെ പുറം രാജ്യങ്ങളിൽ, തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ, തണുപ്പുള്ള രാജ്യങ്ങളിൽ, മഞ്ഞുണ്ടാകുന്ന രാജ്യങ്ങളിൽ വണ്ടി ഓഫ് ചെയ്തിരിക്കുന്ന സമയത്ത് എഞ്ചിൻ കൂളാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എഞ്ചിൻ കൂളായാൽ ഒരു മീഡിയം ടെമ്പറേച്ചറിൽ നിൽക്കും, കാരണം നമ്മുടെ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ അങ്ങനെയാണ്. പുറം രാജ്യങ്ങളിൽ, തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ എഞ്ചിൻ ഓഫ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കറിയാം അവിടെ മഞ്ഞുണ്ടാകും. അതുപോലെ തന്നെ എഞ്ചിൻ റേഡിയേറ്ററിനകത്തെ വെള്ളം തണുത്തുറയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ തണുത്തുറച്ചാൽ നമ്മുടെ വർക്കിംഗ് നടക്കില്ല. അപ്പോൾ നമ്മൾ ആൻറ്റി ഫ്രീസിങ് മിക്സ്ചർ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ തണുത്തുറയ്ക്കുക, ആൻറ്റി ഫ്രീസിങ് എന്ന് പറഞ്ഞാൽ തണുത്തുറയ്ക്കാതിരിക്കുക. അപ്പോൾ ആൻറ്റി ഫ്രീസിങ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ തണുത്ത് ഉറയ്ക്കാതിരിക്കാനുള്ള മിക്സ്ചർ, ഇത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സാധാരണ രീതിയിൽ കൂളൻ്റിനോട് ചേർന്ന് തന്നെയാണ് അത് വരിക. അപ്പോൾ ഇത് ആഡ് ചെയ്യുന്നത് വഴി വാട്ടറിൻ്റെ ഫ്രീസിങ് പോയിൻ്റ് താഴോട്ട് ഇറങ്ങും. എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം ഐസാവുക. ഈ മിക്സ്ചർ ആഡ് ചെയ്യുമ്പോൾ 0 ഡിഗ്രി സെൽഷ്യസിൽ പോലും വെള്ളം ഐസാവില്ല, നെഗറ്റീവിലോട്ട് ഇറങ്ങും. അത്രയും ടെമ്പറേച്ചർ താഴ്ന്നാൽ മാത്രമേ വെള്ളം ഐസാവുള്ളൂ. അതായത് റേഡിയേറ്ററിനകത്തെ വെള്ളം ഫ്രീസ് ആവാനുള്ള ചാൻസ് ഇത് മിക്സ് ചെയ്യുന്നത് വഴി ഇല്ലാതാവുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കൂളൻറ്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കൂളൻ്റ് എന്ന് പറയുന്നത് എത്തിലീൻ ഗ്ലൈക്കോൾ, അതുപോലെ തന്നെ പ്രൊപ്പിലീൻ ഗ്ലൈക്കോൾ തുടങ്ങിയവയാണ്. ഓക്കെ, അടുത്തത് വാട്ടർ ജാക്കറ്റ്. എന്താണ് ഒരു വാട്ടർ ജാക്കറ്റ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വാട്ടർ ജാക്കറ്റ് എന്താണെന്ന്, വാട്ടർ ജാക്കറ്റ് എന്ന് പറഞ്ഞ ടേം യൂസ് ചെയ്തിരുന്നു. എന്താണെന്ന് ഒന്നുകൂടി വ്യക്തമായിട്ട് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു റേഡിയേറ്ററിൻ്റെ ബോട്ടം ടാങ്കിൽ നിന്ന് പമ്പിലോട്ട് ഹോട്ട് കൂളൻ്റ് അല്ല, കോൾഡ് കൂളൻ്റ്, തണുത്ത കൂളൻ്റ് മൂവ് ചെയ്യുന്നു. പമ്പ് എൻജിൻ ബ്ലോക്കിലും എൻജിൻ ഹെഡിലോട്ടും ഈ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വാട്ടർ ജാക്കറ്റിലൂടെയാണ് ഈ വെള്ളത്തെ സർക്കുലേറ്റ് ചെയ്യുക. എന്താണ് ഒരു വാട്ടർ ജാക്കറ്റ്? എൻജിൻ ബ്ലോക്കിനകത്തുള്ള, അതുപോലെ തന്നെ സിലിണ്ടറിനോട് ചേർന്നുള്ള വാട്ടറിന് പോകാനുള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു പാസേജ് ആണ് വാട്ടർ ജാക്കറ്റ്. അതിലൂടെയാണ് ഈ വെള്ളം മൂവ് ചെയ്യുക. സിലിണ്ടർ ബ്ലോക്കിൽ മൂവ് ചെയ്തിട്ട് നേരെ സിലിണ്ടർ ഹെഡിലോട്ട് മൂവ് ചെയ്യും. അതിൽ കംപ്ലീറ്റ് മൂവ് ചെയ്ത് അതിലുള്ള ചൂടെല്ലാം സംഭരിച്ച് നേരെ തെർമോസ്റ്റാറ്റ് വഴി വീണ്ടും റേഡിയേറ്ററിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ അതാണ് ഒരു വാട്ടർ ജാക്കറ്റ്, വാട്ടറിന് പോകാനുള്ളൊരു സ്പേസ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, സിലിണ്ടർ ഹെഡിൽ കാണാൻ കുറച്ച് ഹോൾസ് ഏരോ മാർക്കിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് സിലിണ്ടറിനോട് ചേർന്ന് വരുന്ന ഹോൾസുകളാണ് വാട്ടർ ജാക്കറ്റിനുള്ള ഹോൾസ്. ബാക്കി ഈ സിലിണ്ടർ ഹെഡിലോ ബ്ലോക്കിലോ കാണുന്ന എല്ലാ ഹോളും വാട്ടർ ജാക്കറ്റ് അല്ല. അതിൽ ഓയിൽ പാസ് ചെയ്യാനുള്ള ഹോളുകളുണ്ടാവും. അതുപോലെ തന്നെ ഹെഡും ബ്ലോക്കും കൂട്ടിപ്പിടിപ്പിക്കാനുള്ള സ്റ്റഡ് ഇടാനുള്ള ഹോൾസ് ഉണ്ടാവും. ഓക്കെ, എന്തു തന്നെയായാലും സിലിണ്ടറിനോട് ചേർന്ന് വരുന്ന ഹോളുകളാണ് വാട്ടർ ജാക്കറ്റിനുള്ള ഹോൾസ്. ഓക്കെ, ഇനി വർക്കിംഗ് ഓഫ് കൂളിംഗ് സിസ്റ്റം. നമ്മൾ പാർട്സ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ തന്നെ ഒരുവിധം ഇതിൻ്റെ വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്നുകൂടിയും പറയാം. ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് എന്തായാലും അതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഓക്കെ, ഈ കാണുന്നതാണ് ഒരു കൂളിംഗ് സിസ്റ്റം. അതിൻ്റെ പാർട്സുകൾ കാണാം. റേഡിയേറ്റർ, ഫാൻ, വാട്ടർ പമ്പ്, തെർമോസ്റ്റാറ്റ്, റിസർവോയർ, ഹീറ്റർ കോർ എന്നുള്ളത്. ഹീറ്റർ കോർ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാം. അതായത് നമുക്ക് ചില ടൈമിൽ ഇപ്പോൾ നമ്മൾ വണ്ടിയിൽ AC യൂസ് ചെയ്യുന്നുണ്ട്. AC യൂസ് ചെയ്യുന്നതിനാ നമ്മളിപ്പോഴത്തെ കാലാവസ്ഥയിൽ, ഇവിടുത്തെ കാലാവസ്ഥയിൽ ചൂടുള്ള കാലാവസ്ഥ ആയതുകൊണ്ട് വണ്ടിയിൽ AC ഇട്ടാൽ വണ്ടിയുടെ ഉള്ളിലോട്ട് തണുവ് കയറും. ഓക്കെ, അങ്ങനെ എയറിനെ കണ്ടീഷൻ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ആലോചിക്കുക, പുറം രാജ്യങ്ങൾ, തണുവ് കൂടിയ രാജ്യങ്ങൾ, അവർക്ക് തണവാണോ വണ്ടിയുടെ അകത്ത് വേണ്ടത്? അല്ല, ചൂടാണ് വേണ്ടത്. ഓക്കെ, കുറച്ച് ഹീറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മളിവിടെ AC ഇടുമ്പോൾ തണുവ് വരുന്ന പോലെ അവർക്ക് അവിടെ AC ഇടുമ്പോൾ മീൻസ് ഹീറ്റിംഗ് ആണ് വേണ്ടത്. അവർക്ക് കിട്ടേണ്ട എയർ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഹീറ്റാണ് കിട്ടേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ കൂളിംഗ് സിസ്റ്റമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഭാഗം ഒരുക്കിയിട്ടുണ്ട്. അതിനാണ് ഹീറ്റർ കോർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഹോട്ട് കൂളൻ്റ്, എൻജിനിൽ നിന്ന് ചൂട് വലിച്ചെടുത്ത് കൂളൻ്റ് ചൂടായിരിക്കുന്ന സമയം
നമ്മൾ ചെയ്യുക എന്താണെങ്കിൽ, ഹീറ്റർ കോർ എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിലേക്ക് നമ്മൾ ഈ ചൂടായ കൂളൻ്റ് കടത്തിവിടും. ഓക്കെ, എൻജിൻ്റെ ക്യാബിനോട് ചേർന്നായിരിക്കും ഇതുണ്ടാവുക. അപ്പോൾ ഹീറ്റർ കോറിലൂടെ ഈ ചൂടായ കൂളൻ്റ് കടന്നു പോകുമ്പോൾ ഹീറ്റർ കോർ ചൂടാവും. ഓക്കെ, ഹീറ്റർ കോറിന് തൊട്ട് പുറകിൽ നമ്മളൊരു ബ്ലോയിങ് ഫാൻ വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എന്താവും, ഈ ബ്ലോയിങ് ഫാൻ വർക്ക് ചെയ്യുമ്പോൾ ഈ ചൂടുള്ള കാറ്റ് നേരെ നമ്മുടെ വണ്ടിയുടെ ക്യാബിനകത്തോട്ട് തള്ളി കയറും. നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ എ സിക്കുള്ള വെൻറ്റ് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീറ്റിംഗ് നമ്മൾ ഓണാക്കി ഇടുമ്പോൾ എന്തുണ്ടാവുക, വെൻറ്റിൽ കൂടെ തണുത്ത കാറ്റ് വരുന്നതിന് പകരം ഈ ചൂടുള്ള കാറ്റ് അകത്തോട്ട് കയറും. അങ്ങനെ വണ്ടിക്കകത്തുള്ള തണുപ്പിനെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കങ്ങനെ ചൂട് കാറ്റ് കിട്ടാനായിട്ട് മറ്റൊരു എക്സ്ട്രാ ഒരു ഭാഗം വെക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ കൂളൻ്റിലുള്ള ചൂട് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇവിടെ ഹീറ്റർ കോർ എന്ന് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. സിലിണ്ടർ വർക്ക് ചെയ്യുന്നു, സിലിണ്ടറിൽ ചൂടുണ്ടാവുന്നുണ്ട്. ഈ കാണുന്നത് വാട്ടർ പമ്പ്. ഓക്കെ, കൂളൻ്റ്, തണുത്ത കൂളൻ്റാണ് റേഡിയേറ്ററിന് താഴെ ഉണ്ടായിരിക്കുക. തണുത്ത കൂളൻ്റാണ് റേഡിയേറ്ററിന് താഴെ ഉണ്ടായിരിക്കുക. ആ കൂളൻ്റ് നേരെ വാട്ടർ പമ്പിലോട്ട് മൂവ് ചെയ്തു. വാട്ടർ പമ്പ് കൂളൻ്റിനെ സർക്കുലേറ്റ് ചെയ്യാണ്. വാട്ടർ ജാക്കറ്റിലൂടെ ആവുന്നു. എഞ്ചിൻ ബ്ലോക്കിൽ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. എഞ്ചിനിൽ നിന്ന് ചൂട് വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കുലേറ്റ് ആയിട്ട് നേരെ എഞ്ചിൻ ബ്ലോക്കിൽ സർക്കുലേറ്റ് ആയി കഴിഞ്ഞ് റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുകളിൽ എഞ്ചിൻ ഹെഡിലോട്ട് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ സർക്കുലേറ്റ് ചെയ്ത് കഴിയുന്നു. സർക്കുലേറ്റ് ചെയ്ത് എഞ്ചിനിലുള്ള കംപ്ലീറ്റ് ചൂട് നമ്മുടെ കൂളൻ്റ് വലിച്ചെടുത്ത് ഹോട്ട് കൂളൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എഞ്ചിൻ ബ്ലോക്ക് സർക്കുലേറ്റ് ചെയ്ത് നേരെ എഞ്ചിൻ ഹെഡിലോട്ട് നീങ്ങുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കോൾഡ് എഞ്ചിനാണ്, ചൂടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തെർമോസ്റ്റാറ്റ് വാൽവ് അടഞ്ഞിരിക്കുകയാണ്. തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ഒരു 85 ഡിഗ്രി സെൽഷ്യസ് വരെ തെർമോസ്റ്റാറ്റ് അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോട്ട് കൂളൻ്റ് പാസ് ചെയ്യുന്നത് വിത്തിൻ ദ എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹീറ്റിംഗ് കോർ. ഈ ചൂടായ കൂളൻ്റ് ഹീറ്റ് കോറിലൂടെ മൂവ് ചെയ്യുന്നു. ഒരു ബ്ലോവർ വെച്ച് നമ്മൾ പ്രഷറൈസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചൂടുള്ള എയർ കംപ്ലീറ്റ് എഞ്ചിനല്ല, നമ്മുടെ പാസഞ്ചർ ക്യാബിനിലോട്ട് തള്ളി കയറാണ്. അങ്ങനെ പാസഞ്ചർ ക്യാബിനകത്ത് നമുക്ക് ചൂട് അനുഭവപ്പെടുകയാണ്. ഓക്കെ, അപ്പോൾ ഈ കൂളൻ്റ് തന്നെയാണ് അവിടെയും സർക്കുലേറ്റ് ചെയ്യുന്നത്. അങ്ങനെ എഞ്ചിൻ വർക്ക് ചെയ്ത് കുറച്ച് നേരം വർക്ക് ചെയ്യുമ്പോൾ അത് ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് പതുക്കെ ആവാൻ തുടങ്ങും. അത്ര നേരം തെർമോസ്റ്റാറ്റ് വാൽവ് ക്ലോസ് ചെയ്താണ് ഇരിക്കുക. എഞ്ചിൻ അതിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞു എന്ന് കാണുമ്പോൾ നമ്മുടെ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആവാൻ തുടങ്ങും. നമ്മൾ പഠിച്ച വാക്സ് പൈലറ്റ് ടൈപ്പാണ് ഈ തെർമോസ്റ്റാറ്റ് വാൽവ്. അതിൻ്റെ പാർട്സുകളൊക്കെ നമ്മൾ കണ്ടു. വാക്സ് പൈലറ്റ്, സിലിണ്ടർ, റോഡ്, ഓക്കെ, ഒരു സ്പ്രിങ് ഉണ്ട്. അപ്പോൾ ചൂട് എടുത്തു കഴിയുമ്പോൾ വാക്സ് ഉരുകാൻ, അതുപോലെ തന്നെ എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. അതായത് ഒരു 80-82 ഡിഗ്രി സെൽഷ്യസ് എത്തി കഴിയുമ്പോൾ വാക്സ് ഉരുകാൻ തുടങ്ങും, വാക്സ് എക്സ്പാൻഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ആ അതിലുള്ള റോഡിനെ പുറത്തോട്ട് തള്ളുമ്പോൾ ആ വാൽവ് ഓപ്പൺ ആവുകയാണ്. ഓക്കെ, വാൽവ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ചൂടുള്ള കൂളൻ്റ് നേരെ റേഡിയേറ്ററിലോട്ട് പോകുന്ന ഹോസിലോട്ട് കിടക്കും. താഴെ ബൈപ്പാസ് വാൽവ് അടയുകയും ചെയ്യും. അങ്ങനെ കടന്ന് നേരെ ചെല്ലുകയാണ് റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്കിലോട്ട് ചെല്ലും. ആ ടൈമിൽ ഫാനും ഓണാവും. ടെമ്പറേച്ചർ കൂടിയെന്ന് കാണുമ്പോൾ പതുക്കെ ഫാൻ ഓണാവും. ഓക്കെ, അങ്ങനെ റേഡിയേറ്ററിൻ്റെ ടോപ്പ് ടാങ്കിലോട്ട് ചൂടുള്ള ഹോട്ട് കൂളൻ്റ് എത്തുകയാണ്. പിന്നെ അതിന് മുകളിൽ പ്രഷർ ക്യാപ്പ് നിങ്ങൾക്ക് കാണാം. പ്രഷർ ക്യാപ്പിൽ പ്രഷർ റെഗുലേറ്റിംഗ് വാൽവ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ വളരെ ചൂടുള്ള ഹോട്ട് കൂളൻ്റ് ഇതിലോട്ട് കയറുന്നതുകൊണ്ട് തന്നെ ചൂട് കൂടുതലാണ്, അപ്പോൾ അതിന് പ്രഷറും കൂടുതലാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രഷർ വാൽവിൽ സെറ്റ് ചെയ്തിരുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്, 14 PSI 9 PSI എത്രയാണെങ്കിലും അത്. അപ്പോൾ അതിൽ നിന്ന് കൂടുതൽ പ്രഷർ അതിൽ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളന്ന് പറഞ്ഞ പോലെ പ്രഷർ ക്യാപ്പിലെ പ്രഷർ വാൽവ് പതുക്കെ തുറന്ന് ആ പ്രഷറിനെ റിലീസ് ചെയ്യും. എങ്ങോട്ട്? എക്സ്പാൻഷൻ ടാങ്കിലോട്ട് റിലീസ് ചെയ്യും. ഓക്കെ, ഇത് ചൂട് കൂടി നമ്മുടെ ഹോട്ട് കൂളൻ്റ് നമ്മൾ പ്രഷർ റിലീസ് ചെയ്യാണ്. അപ്പോൾ പ്രഷർ വാൽവ് തുറന്ന് ഓവർഫ്ലോ പൈപ്പിലൂടെ നേരെ ഹോട്ടായിട്ടുള്ള കൂളൻ്റ് നേരെ എക്സ്പാൻഷൻ ടാങ്കിലോട്ട് പോവുകയാണ്. നമുക്ക് റേഡിയേറ്ററിനകത്ത് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ,
അപ്പോൾ നമ്മൾ പ്രഷർ കുറച്ചു. ഇപ്പോൾ സാധാരണ രീതിയിൽ വർക്ക് ചെയ്യാണ്. ടോപ്പ് ടാങ്കിൽ നിന്ന് കോർസ് വഴി താഴേക്ക് കൂളൻ്റ് ഒഴുകാണ്. അപ്പോൾ എല്ലാ കോറിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഫിൻസ് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ എയർ മൂവ് ചെയ്യുമ്പോൾ ഈ ഹോട്ട് കൂളൻ്റ് ഈ കോറിലുള്ള ചൂട് നമ്മൾ ഫിൻസിലോട്ട് ആദ്യം പകർന്നു കൊടുക്കുമ്പോൾ ഫിൻസ് എന്ന് പറയുന്നതിന് സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ വന്ന് എയർ തട്ടും തോറും ഈ ഫിൻസിൽ നിന്ന് ചൂട് എയർ എടുത്തുകൊണ്ട് പോകും. ഓക്കെ, അങ്ങനെ ചൂട് ഫിൻസിൽ നിന്ന് എയറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് അവിടെ കൂളിംഗ് നടക്കും. ഓക്കെ, അവിടെ കോറിൻ്റെ ട്യൂബ് മാത്രമാണെങ്കിൽ പെട്ടെന്ന് കൂളിംഗ് നടക്കില്ല. ഫിൻസും കൂടി ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് കാണാം ആ ചൂട് ഫിൻസിലോട്ട് കൊടുക്കുകയാണ്, കണ്ടോ. അപ്പോൾ കൂടുതൽ സർഫസ് ഏരിയയിൽ കൂടുതൽ എയർ തട്ടുകയാണ്. അങ്ങനെ തട്ടുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂട് കൈമാറ്റപ്പെടുന്നു, പെട്ടെന്ന് എൻജിൻ കൂളാവാൻ സഹായിക്കുന്നു. അങ്ങനെ താഴോട്ട് എത്തുന്നതിനുള്ളിൽ റേഡിയേറ്ററിന് ബോട്ടം ടാങ്കിലോട്ട് എത്തുന്നതിനുള്ളിൽ ഈ ചൂടുള്ള കൂളൻ്റ് തണുത്ത കൂളൻ്റ് ആവും. ഓക്കെ, കൂളായിട്ടുള്ള കൂളൻ്റ് താഴത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ലോവർ ടാങ്കിൽ നിന്ന് ഒരു ഹോസ് വഴി നേരെ വാട്ടർ പമ്പിലോട്ട് കൊടുത്തു. എൻജിനിലോട്ട് വാട്ടർ പമ്പ് എൻജിനിലോട്ട് അതിനെ സർക്കുലേറ്റ് ചെയ്ത് ഒരു സൈക്ലിക് പ്രോസസ്സായിട്ട് അതങ്ങ് നടക്കും. ഓക്കെ, വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടക്കുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഒരു കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി കൂളിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. അതായത് കൂളിംഗ് സിസ്റ്റം കൃത്യമായി വർക്ക് ചെയ്തില്ലെങ്കിൽ എൻജിൻ ഓവർ ഹീറ്റ് ആവും. ഓക്കെ, ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. അപ്പോൾ എൻജിൻ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ കുറച്ച് സാധ്യതകളാണ് പറയാൻ പോകുന്നത്. ഒന്ന്, കൂളൻ്റ് ഹാസ് നോട്ട് ബീൻ റീപ്ലേസ്ഡ് റെക്കമെൻഡഡ് ലെവൽ. കൃത്യമായ ലെവലിൽ കൂളൻ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ എൻജിൻ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. റേഡിയേറ്റർ ആൻഡ് ഹോസ് ലീക്കേജ് വന്നാലുണ്ടാവും. ഫാൻ ബെൽറ്റ് ബോൺ ഔട്ട്, ഫാൻ ബെൽറ്റിന് തേയ്മാനം വന്നാൽ കൃത്യമായി ഫാൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ പിന്നെ കൃത്യമായി കൂളിംഗ് നടക്കില്ല, എൻജിൻ ഓവർ ഹീറ്റ് ആവും. പ്രഷർ ക്യാപ്പ് ഡോണ്ട് വർക്ക്, കൃത്യമായി പ്രഷർ ക്യാപ്പ് വർക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ പ്രഷർ മെയിൻറ്റെയിനിങ് നടക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് ഡു നോട്ട് വർക്ക് അറ്റ് പ്രോപ്പർ ടെമ്പറേച്ചർ. കൃത്യമായ ടെമ്പറേച്ചറിൽ വേണം തെർമോസ്റ്റാറ്റ് ഓപ്പൺ ആവാൻ. അതിന് മുൻപോ എപ്പോൾ ഓപ്പൺ ആയാലും നമുക്ക് പ്രശ്നമാണ്. എൻജിൻ പെട്ടെന്ന് ടെമ്പറേച്ചറിൽ എത്തില്ല. അതുപോലെ തന്നെ എൻജിൻ്റെ കൂളിങ്ങിനെ അത് ബാധിക്കും. നമുക്ക് കൃത്യമായിട്ട് തെർമോസ്റ്റാറ്റ് വർക്കിംഗ് ആവശ്യമാണ്. പിന്നെ റേഡിയേറ്റർ കോർസ് ക്ലോഗ്ഡ്, അതായത് ഈ റേഡിയേറ്ററിലൂടെ വെള്ളം വളരെ കനം കുറഞ്ഞ ട്യൂബ്, അതാണ് കോറിലൂടെയാണ് ഇത് ഒഴുകി ഇറങ്ങുന്നത്. വളരെ കനം കുറഞ്ഞ ട്യൂബുകളാണ്. അപ്പോൾ അതിൽ അത് കരടുകൾ ഇരുന്ന് എന്തെങ്കിലും രീതിയിൽ തടയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ റേഡിയേറ്റർ എടുത്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ റേഡിയേറ്റർ ക്ലോഗ് ആയാൽ കൃത്യമായ കൂളിംഗ് അവിടെ നടക്കില്ല. കൂളൻ്റ് ഈ കോറിലൂടെ കൃത്യമായി ഊർന്നിറങ്ങില്ല. അപ്പോൾ നമ്മളിത് വൃത്തിയാക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ റിവേഴ്സ് ഫ്ലഷിംഗ് എന്ന് പറയും. റേഡിയേറ്റർ എടുത്ത് നമ്മൾ സാധാരണ രീതിയിൽ ടോപ്പ് ടാങ്കിൽ നിന്ന് ബോട്ടം ടാങ്കിലോട്ടാണല്ലോ കൂളൻ്റ് ഒഴുകുക. റിവേഴ്സ് ഫ്ലഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദൂരി എടുത്ത് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാണ്. അതായത് താഴെ ബോട്ടം ടാങ്കിലൂടെ നമ്മൾ വളരെ ഫോഴ്സിൽ വെള്ളം അടിച്ചു കൊടുക്കും. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ ഉള്ളിലുള്ള കരകളെല്ലാം ടോപ്പ് ടാങ്കിലൂടെ പുറത്തേക്ക് പോകും. റേഡിയേറ്റർ ഊരി എടുത്തിട്ടാണ് ഇത് ചെയ്യുക. അപ്പോൾ അതിനെ റിവേഴ്സ് ഫ്ലഷിംഗ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമുക്ക് റേഡിയേറ്ററിനെ ഒന്ന് ക്ലീൻ ആക്കാൻ സാധിക്കും. എന്നിട്ട് നമ്മളത് വീണ്ടും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ തടഞ്ഞു നിൽക്കുന്ന കരടുകളൊക്കെ പോയി വീണ്ടും വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് വാട്ടർ പമ്പ് ബെയറിംഗ് ഓർ വാട്ടർ സീൽ വേൺ ഔട്ട് ടു കോസ് ലീക്കേജ്. അതായത് വാട്ടർ പമ്പ്, നമുക്കറിയാം വാട്ടർ പമ്പ് റൊട്ടേഷൻ ഉണ്ട്, വാട്ടർ പമ്പിൻ്റെ ഷാഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ കൂടെ ഒന്നും നമുക്ക് വെള്ളം ലീക്കാവാൻ പാടില്ല. അപ്പോൾ അതിനോട്ടൊരു ഒരു വാട്ടർ സീലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തേയ്മാനം വരിക, ബെയറിങ്ങിന് പ്രശ്നം വരിക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കവിടെ വെള്ളം ലീക്കേജ് വരും. ഓക്കെ, അങ്ങനെ വന്നാലും അത് നമ്മുടെ കൂളിങ്ങിനെ ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ വരാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുവിധമല്ല നന്നായിട്ട് തന്നെ ഇതിൻ്റെ പാർട്സ് അതുപോലെ തന്നെ വർക്കിംഗ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.